PDF നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന് താഴെ PDF വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് തരാം. എന്താണ് മെറ്റീരിയൽ എന്ന് ഞാൻ പറയാം. അതിന് വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക മുഴുവനായിട്ട്. അപ്പം നമുക്ക് അവസാന വണ്ടിയാണ് നിങ്ങൾക്ക് പോകുവാനുള്ള. വണ്ടിയിൽ കയറേണ്ടവരൊക്കെ കയറിക്കോളൂ, നമുക്ക് അടിപൊളിയാക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ. ഹലോ ഡിയേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മാത്രമല്ല ഈ വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് നമ്മളൊരു ഓഫർ, നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഓഫർ കൂടി നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ട മെറ്റീരിയലുകൾ ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. മാത്രമല്ല എങ്ങനെ പഠിക്കേണ്ടത് എന്ന് ഈ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനിയുള്ള ദിവസം ഇപ്പം സ്റ്റാർട്ട് ചെയ്താൽ പോലും മികച്ച മാർക്കിലോട്ട് A+ അതിനപ്പുറവും ഒക്കെ നേടാവുന്ന രീതിയിലോട്ട് എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്ന് ഈ വീഡിയോയിൽ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതിനകത്തെ നോക്കൂ നിങ്ങൾ, ഇനിയിപ്പം നമുക്ക് ഫെബ്രുവരി 15 മോഡൽ എക്സാം ആകുമ്പോഴേക്ക് എല്ലാം നമുക്ക് അങ്ങോട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട്, മോഡൽ എക്സാം ഫെബ്രുവരി 15 ആകുമ്പോഴേക്ക് വരുമല്ലോ തിയറിയുടെ മോഡൽ എക്സാം, അപ്പോഴേക്ക് എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ പറയുന്നത്. അപ്പം മാത്സിൽ നമുക്ക് ഉള്ള ചാപ്റ്റേഴ്സ് ഇത്രയാണ്, 13 എണ്ണം. അപ്പോൾ ഇതുപോലെ ഓരോ ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം നമ്മൾ പറയും. അപ്പോൾ ഇതിനകത്തെ ഇത് നോക്കൂ നിങ്ങൾ, 13 ചാപ്റ്റർ ഉണ്ടെങ്കിലും ഇവിടെ മാട്രിക്സ് ഡിറ്റർമിനൻസ് നിങ്ങൾക്ക് എളുപ്പമല്ലേ, അതുപോലെ തന്നെ വെക്ടർ ആൾജിബ്ര 3D ഭയങ്കര എളുപ്പമല്ലേ, ലീനിയർ പ്രോഗ്രാമിംഗ് എളുപ്പമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം അതിനകത്ത് 3Dയും ലീനിയർ പ്രോഗ്രാമിങ്ങും ഒക്കെ ഒരു ചാപ്റ്ററിൻ്റെ പോലും അതിനകത്ത് വലിപ്പമില്ല, വളരെ ചെറുതാണ്. അപ്പം അവിടെ തന്നെ ഒരു ചാപ്റ്ററിൻ്റെ കുറവ് വന്നു. പിന്നെ മാട്രിക്സ് ഡിറ്റർമിനൻസ് എല്ലാവർക്കും എളുപ്പമുള്ളതായിരിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു 11-12 റേഞ്ചിലല്ലേ ചാപ്റ്റേഴ്സ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചാപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം. എന്നിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് പറയാം. ഫിസിക്സ് ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഫിസിക്സിൻ്റെ 14 ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആറ്റംസ്, ന്യൂക്ലിയൈ, ഡുവൽ നേച്ചറൊക്കെ വളരെ ചെറിയ ചാപ്റ്ററാണ്. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ 1, 2 സെമി കണ്ടക്ടറും വളരെ ചെറുതാണ്. ഒരുപാട് പോർഷൻസ് പണ്ടത്തേന്ന് ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണമൊക്കെ ചെറുതാണ്. അപ്പോൾ 1, 2, 3, പിന്നെ ഡുവൽ നേച്ചർ 4 ചാപ്റ്റർ ചെറുതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് 5 ചാപ്റ്ററോളം ചെറുതാണ്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഒരു 5 ചാപ്റ്റർ ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ 9 ചാപ്റ്ററായി. പിന്നെ അതെല്ലാം കൂടി ഒരു 2 ചാപ്റ്റർ ആക്കിയല്ലോ, അറൗണ്ട് ഒരു 11 ചാപ്റ്റേഴ്സ് തന്നെ ഫിസിക്സും വരുന്നുള്ളൂ എന്നുള്ളത്. അപ്പം ഇനി കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അതിലോട്ട് പോകുന്നതിന് മുന്നേ ഒരുപാട് സ്റ്റുഡൻസിൻ്റെ കമൻറ്റുകളല്ല, എന്നോട് പേഴ്സണലി ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസ് മെസ്സേജ് ചെയ്യുന്നവരും അല്ലാത്തവരുമായിട്ടൊക്കെ നമ്മൾ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, SSLCയിൽ ഫുൾ A+ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് പറയാം, SSLCയിൽ ഫുൾ A+ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് 7A+, 8A+, 9A+ ഒക്കെ ഉണ്ടായിരുന്നിട്ട് പോലും +1 അവർ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്തു. അല്ലെങ്കിൽ +2 മാർക്ക് കുറവ് വരുന്നു, ഓണപരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിനൊന്നും മാർക്കില്ല. അങ്ങനെയുള്ള ഒരുപാട് പേര് അതിനകത്ത് കാണാൻ സാധിച്ചു. അപ്പോൾ അതിനകത്ത് എസ്പെഷ്യലി അതിനകത്ത് ആ ഒരു പ്രശ്നം വരുന്നത് മലയാളം മീഡിയത്തിൽ പഠിച്ചവർക്കാണ്. അപ്പം നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മുടെ ബാച്ചിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സ്റ്റുഡൻറ്റിൻ്റെ ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ SSLCയിൽ ഇവർക്ക് 5A+ എങ്ങാണ്ടേ ഉള്ളൂ, 5A+ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പം നിങ്ങൾ ആലോചിക്കണം, എല്ലാവർക്കും 1-2A+ കിട്ടുന്നതല്ലേ. അപ്പോൾ 5A+ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു ആവറേജ് റേഞ്ച് വരുന്ന സ്റ്റുഡൻ്റാണ്. പക്ഷേ അവരുടെ +1 നമ്മുടെ ബാച്ചിൽ ഇവരങ്ങനെ പഠിക്കുന്ന ഒരു ഭയങ്കര ഇരുന്ന് പഠിക്കുന്ന ടൈപ്പ് ആയിരുന്നില്ല. ഇരുന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇവർ ഫുൾ മാർക്ക് നേടിയനെ എന്നാണ് പറയുക. ഒരു ബോയിയാണ്. അപ്പോൾ അതിനകത്തെ ഫുട്ബോൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നിട്ട് പോലും നോക്കൂ നിങ്ങൾ, ഫിസിക്സിൽ അവർ അതിനകത്ത് റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് 52 മാർക്ക് A+ ആയിട്ടുണ്ട് കേട്ടോ. ഫിസിക്സിൽ A+ കിട്ടി, 5A+ SSLCക്ക് ഉള്ളൂ. പക്ഷേ +1 ഇതിനകത്ത് ഇവിടെ കണ്ടോ, +1 5A+, ഫിസിക്സിൽ A+ കിട്ടി, കെമിസ്ട്രിയിലും A+ കിട്ടി, ബയോളജിയിലും A+ കിട്ടി. ബയോളജിയിലൊക്കെ മാർക്ക് നോക്കൂ, 58 മാർക്ക്. കെമിസ്ട്രിയിലാണെങ്കിൽ അറൗണ്ട് ഫുൾ മാർക്കിൻ്റെ അടുത്ത് വന്നു. ഫിസിക്സ് 52 എത്തിയിട്ടുണ്ട് റീവാലുവേഷനിൽ. അത് ഇവിടെ കാണിക്കാത്തതാണ്, റീവാലുവേഷൻ ഇനി മാർക്ക് ലിസ്റ്റ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ എനിവേ, പക്ഷേ ഇവർ മാത്സ് ആക്ച്വലി പഠിക്കുന്ന സ്റ്റുഡൻ്റ് അല്ല, മാത്സ് ഇവർക്കില്ല, മനസ്സിലായില്ല. ഇവർ വേറൊരു സ്ട്രീമാണ്. അപ്പോൾ അത് കാരണം മാത്സ് ഇല്ല. പക്ഷേ മാത്സ് ഇവർക്ക് എഴുതണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം സ്കൂളിൽ മാത്സ് ഒന്നും പഠിച്ചിട്ടില്ല. ഇവർ വെറുതെ മാത്സ് നമ്മുടെ ബാച്ചിൽ അതിനകത്ത് ജോയിൻ ചെയ്ത് മാത്സ് എഴുതിയേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ എഴുതിയിട്ട് പോലും കണ്ടോ അതിനകത്ത് മാർക്ക് വന്നിരിക്കുന്നത് 45 അറൗണ്ട്. അപ്പം നിങ്ങൾക്ക് SSLCയിൽ എന്നിട്ട് ഞാൻ പല സ്റ്റുഡൻസിനോട് ഇതിനകത്ത് ഇത് പറഞ്ഞപ്പോൾ അവരൊക്കെ ഇതിനകത്ത് പലർക്കും 9A+ ഒക്കെ SSLCയിൽ കിട്ടിയിട്ടും +1 25ഉം 20ഉം ഒക്കെ മാർക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല, ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസാനത്തെ ഒരു ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്
എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമെന്നേ. ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ നിങ്ങൾ 1, 2, 3 ക്ലാസ്സുകൾ നമ്മുടെ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യൂ. ക്ലാസ് കൊള്ളാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ജോയിൻ ആയാൽ മതി. മനസ്സിലായില്ല? അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പം ഇവിടെ നോക്കൂ നിങ്ങൾ. അത് മാത്രമല്ല, ഈ റിസൾട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇവർ ഫെയിലായ ഒരു സ്റ്റുഡൻറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സേ ബാച്ചിലെ ഒരു റിസൾട്ട് ഞാൻ കാണിക്കാം. 6 മാർക്കുമായിട്ട് വന്നിട്ട്, അതും പിന്നെ നമുക്കറിയാലോ +2ൻ്റെ റിസൾട്ടിൽ അതിനകത്ത് റിസൾട്ട് കഴിഞ്ഞിട്ട് സേ ബാച്ചിലേക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. ഒരു 10-20 ദിവസം അല്ലെങ്കിൽ 25 ദിവസമൊക്കെ പഠിക്കാൻ കിട്ടുന്ന ആ ഒരു സമയം കൊണ്ട് 6 മാർക്ക് 32 എന്ന് പറഞ്ഞാൽ ഒരു 10-15 മണിക്കൂർ ക്ലാസ്സുകൾ കൊണ്ട് തന്നെ ഇത്രയും ചേഞ്ച് അതിനകത്ത് വരുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം 16-39 ഇവരൊക്കെ ഫെയിലായി. ഫിസിക്സിൽ ഇതിനകത്ത് +2 ഫിസിക്സിൽ 16 ഫെയിലായ സ്റ്റുഡൻറ്റിന് 40 മാർക്ക് കിട്ടി അറൗണ്ട്. കണ്ടില്ലേ? അതും കുറഞ്ഞ ദിവസത്തെ 10-15 മണിക്കൂർ ക്ലാസ്സുകൾ കൊണ്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് 10-15 ദിവസത്തെ ആ ഒരു ക്ലാസ്സുകൾ കൊണ്ട്. അപ്പം ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്, വൈകിട്ടില്ല. കാരണം ഇത് മാത്രം ഈ ഒരു റിസൾട്ട് നോക്കൂ. +1 ഈ പയ്യൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. +1 അവൻ്റെ മാർക്ക് എത്രയാണ്? 8 എങ്ങാണ്ടാണ്. എന്നിട്ട് അങ്ങനെ +2 5-7 എങ്ങാണ്ട് കിട്ടി ഫെയിലായിട്ട്. അങ്ങനെ പിന്നെ നമ്മുടെ സേ ബാച്ചിൽ ഒരു ജസ്റ്റ് 10-20 ദിവസത്തെ ഫിസിക്സ് ഒക്കെ ഇവരെ ഫിസിക്സും കെമിസ്ട്രിയും പാസ്സായിരുന്നു. അപ്പോൾ രണ്ടും കൂടി അതിനകത്ത് ആ ഒരു 10-20 ദിവസം കൊണ്ട് അറ്റൻഡ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ ഫിസിക്സ് ഒരു 10-12 മണിക്കൂറൊക്കെ കിട്ടിക്കാനുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ കണ്ടില്ലേ, ഒരു 10-15 ക്ലാസ്സുകൾ കൊണ്ട് 28 മാർക്കിലോട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് 2-3 മാസമില്ല ഇവിടെ മാർച്ച് അടക്കം നോക്കുമ്പോൾ. അപ്പം നമ്മുടെ ബാച്ച്, അവസാനത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ആവുകയാണ്. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ജോയിൻ ആകാം. അപ്പം 5 മാർക്ക് 24 മാർക്കായി, 6 മാർക്ക് 27 9 31 10 28 14 32 17 30 അത്രയും കേസുകൾ. ഇതൊക്കെ ഫെയിലായ സ്റ്റുഡൻറ്റിനെ കാണിച്ചു കേട്ടോ. അപ്പം നിങ്ങളൊക്കെ അതിനകത്ത് അത്യാവശ്യം പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നല്ല റിസൾട്ട് എടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മുടെ ബാച്ചുമായി അതിനകത്ത് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 77 36 70 70 45. അപ്പോൾ നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനകത്ത് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓക്കെ കൊള്ളാം, അടിപൊളിയാണ്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആയാൽ മതി. ഇനിയിപ്പോൾ ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. വളരെ അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഫീസിൽ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പം ഇനി കെമിസ്ട്രിയിൽ ഇത്രയും 10 ചാപ്റ്റേഴ്സാണല്ലോ ഉള്ളത്. അതിനകത്തും അമീൻസ്, ബയോമോളിക്യൂൾസ് വളരെ ചെറുതാണ്, D&F വളരെ ചെറുതാണ്. അങ്ങനെ നോക്കുമ്പോഴും പക്ഷേ ആൽഡിഹൈഡ് കീറ്റോൺ കുറച്ച് വലുതാണ്, അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് വലുതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അറൗണ്ട് ഒരു 10 ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ അതിനകത്ത് നോക്കുമ്പം ബയോളജിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമൻ റിപ്രൊഡക്ഷനും റിപ്രൊഡക്റ്റീവ് ഹെൽത്തും ഒക്കെ നിങ്ങൾക്ക് എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ്. അതുപോലെ തന്നെ അപ്പം ഞാൻ പറഞ്ഞില്ല മറ്റൊരു കാര്യം, നിങ്ങളെ അതിനകത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളതിനകത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ആ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിന് താഴെ PDF വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് തരാം. എന്താണ് മെറ്റീരിയൽ എന്ന് ഞാൻ പറയാം. അതിന് വേണ്ടിയിട്ട് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക മുഴുവനായിട്ട്. അപ്പം ഇതിനകത്ത് ബയോളജിയിൽ നമ്മൾ പറഞ്ഞു 13 ചാപ്റ്റേഴ്സ്. ബയോളജിയിൽ അതിനകത്ത് എക്കോസിസ്റ്റവും ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനൊക്കെ ഇപ്പോൾ ഡിലീറ്റ് ആയിട്ട് വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ്. പിന്നെ അതിനകത്ത് നോക്കുമ്പോൾ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ വളരെ ചെറുതാണ്, 3 ചാപ്റ്റർ അപ്പോൾ വളരെ ചെറുതായി. പിന്നെ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പക്ഷേ ഇവിടെ എന്തുണ്ട്, മൊളിക്കുലാർ ബേസിസും പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഒക്കെ കുറച്ച് വലുത് തന്നെയാണ്. അപ്പോൾ എറൗണ്ട് ഇത് എന്ത് തന്നെയാണ് വരുന്നത്, ഒരു 12-13 ചാപ്റ്ററിൻ്റെ ആ ഒരു റേഞ്ച് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു 12 എറൗണ്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കണ്ടില്ലേ 24, 30, 48 ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്കിനി എത്ര ദിവസമാണ് കിട്ടുന്നത്? അതിൻ്റെ ഇടയിൽ ഇനി മോഡൽ എക്സാം ഉണ്ട്. മോഡൽ എക്സാം അല്ല, നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം, പ്രാക്ടിക്കലിൻ്റെ പബ്ലിക് മോഡൽ എല്ലാം കൂടി വന്നിട്ട് അപ്പം 48 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ഉള്ള ദിവസം 39. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം നമുക്ക് വളരെ ക്രൂഷ്യലാണ് ടൈം എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്ന ചാപ്റ്ററും അറിയാത്ത ചാപ്റ്ററും അങ്ങനെ ഒന്ന് എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. അപ്പം ഇതിനകത്തിപ്പം ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് അറിയും, കുറച്ചുകൂടി എളുപ്പമുള്ള പഠിക്കാൻ പെട്ടെന്ന് പറ്റുമെന്നുള്ളത് എന്ത് ചെയ്യുക, തൽക്കാലം ഒന്ന് മാറ്റിയിട്ട് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് അതിനകത്ത് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പോകരുത്. ചിലപ്പോൾ നിങ്ങളെ സ്കിപ്പ് ചെയ്ത ചാപ്റ്ററിൽ നിന്ന് എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരിക്കും വന്നിരിക്കുക, നിങ്ങൾ പഠിച്ചു പോയെന്ന ഡിഫിക്കൽട്ടും വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. എല്ലാ ചാപ്റ്ററും പഠിച്ചു പോകാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഈ ഒരു കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യുക. നിങ്ങൾ കുറച്ച് പഠിച്ച ചാപ്റ്റേഴ്സ് ഉണ്ടാവും, പഠിക്കാത്തതുണ്ടാവും. അപ്പോൾ പഠിക്കാത്തത് ആദ്യം പെട്ടെന്ന് അങ്ങ് പഠിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് നോക്കുക.
അത് പഠിച്ച് തീർക്കുമ്പോൾ തന്നെ ആദ്യം എല്ലാം കൂടി അങ്ങോട്ട് പലരും എന്ത് ചെയ്യുന്നു, ഞാൻ പലരും എനിക്ക് പല കമൻറ്റുകളൊക്കെ കാണാൻ സാധിച്ചതിനകത്ത് ഏതൊക്കെയാണ് എന്താ പറയുക ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിറകെ പോയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ന്യൂ പാറ്റേൺ എവിടെ നിന്നാണ് ഏതാണെന്ന് നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആർക്കെങ്കിലും ഇതിനകത്ത് വലിയ ഐഡിയ ഉണ്ടോ? നമ്മൾ എപ്പോഴും NCERT ഫോളോ ചെയ്തിട്ട് ഒരു NCERT ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ വന്ന ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറയാം PYQs തന്നെയാണ്. കാരണം അതാണല്ലോ, അത് NCERT-യിലുള്ളതാണ്. PYQs എന്ന് പറഞ്ഞാൽ NCERT-നെ ബേസ് ചെയ്തിട്ടുള്ള ആ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് എന്തായാലും ചെയ്യണം, അത് NCERT ഉള്ളത് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് NCERT-യിലെ മറ്റ് ക്വസ്റ്റ്യനുകൾ, ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എക്സസൈസ് അല്ലെങ്കിൽ NCERT വായിക്കാം, അപ്പം ഒക്കെ അതിനകത്ത് ചെയ്യാം. പക്ഷേ ആദ്യം നിങ്ങൾ PYQs തന്നെയാണ്, കാരണം അത് NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പരീക്ഷയിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യ റൗണ്ടിൽ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. അതിൽ തന്നെ 5 സ്റ്റാർ ക്വസ്റ്റ്യനുകൾ, ഒരുപാട് തവണ ചോദിക്കുന്ന 5 സ്റ്റാർ ക്വസ്റ്റ്യനുകളും 3 സ്റ്റാർ ക്വസ്റ്റ്യനുകളും ഉണ്ട്. അപ്പം ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നവർ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് ഈ വീഡിയോക്ക് ഇതിനകത്ത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഫിസിക്സിലെ 5 സ്റ്റാർ ക്വസ്റ്റ്യൻസും 3 സ്റ്റാർ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കുകയാണ്. മനസ്സിലായില്ലേ? 5 സ്റ്റാർ ക്വസ്റ്റ്യനും 3 സ്റ്റാർ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പം അത് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഓരോ ഫിസിക്സിലെ ഓരോ ടോപ്പിക്കും, നമ്മുടെ ഫിസിക്സിലെ ഓരോ ടോപ്പിക്കും, അപ്പം ഞാൻ പറഞ്ഞു ആദ്യം കാറ്റഗറൈസ് ചെയ്യണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ്. അത് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിൽ ആദ്യം പഠിക്കേണ്ടത് 5 സ്റ്റാർ ക്വസ്റ്റ്യനുകൾ 3 സ്റ്റാർ ക്വസ്റ്റ്യനുകളാണ് ഓരോ ചാപ്റ്ററിലും. അപ്പം അത് പഠിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നെക്സ്റ്റ് ലെവൽ 2 സ്റ്റാർ അല്ലെങ്കിൽ പിന്നീട് അത്രയധികം ചോദിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യനുകൾ പഠിക്കാം. അപ്പം ഒക്കെ ഒരു കോൺഫിഡൻസ് അങ്ങ് കൂടി വരും. മറ്റേത് ആദ്യം ഓരോ ചാപ്റ്റർ സെറ്റായി പോകുമ്പോഴേക്ക് നിങ്ങൾ ഒരുപാട് സമയമെടുക്കും. ആദ്യ റൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് 5 സ്റ്റാർ 3 സ്റ്റാർ ക്വസ്റ്റ്യനുകൾ തന്നെയാണ് 5 സ്റ്റാർ 4 സ്റ്റാർ 3 സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ ഫിസിക്സിൽ ഇപ്പോൾ ഓരോ ചാപ്റ്ററിലും ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു PDF കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യുക, എനിക്ക് PDF വേണമെന്ന്. അതിനകത്ത് PDF എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് PDF ലഭിക്കും. അപ്പം ഇതിനകത്ത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ആദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു 5 സ്റ്റാർ, ഞാൻ പറയുന്ന 5 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ നെക്സ്റ്റ് റൗണ്ടിൽ പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരും ആദ്യം ആ ഒരു എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് പഠിച്ച് തീർക്കുമ്പോൾ. അപ്പം അങ്ങനെ നിങ്ങൾ ഇതിനകത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പിന്നെ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? കാറ്റഗറൈസ് ചെയ്യുക ചാപ്റ്റേഴ്സ്. എന്നിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 സ്റ്റാർ 3 സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അടുത്ത റൗണ്ടിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് NCERT-യിലെ ക്വസ്റ്റ്യനുകളുണ്ട്. വല്ലാണ്ട് ഇപ്പം തന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ മൊത്തം എല്ലാ പാറ്റേണും അങ്ങോട്ട് കുളമാവും. അപ്പം അതിന് നിങ്ങൾ നിൽക്കേണ്ട എന്നുള്ളതാണ്. അപ്പം നമുക്ക് അവസാന വണ്ടിയാണ് നിങ്ങൾക്ക് പോകുവാനുള്ള. വണ്ടിയിൽ കയറേണ്ടവരൊക്കെ കയറിക്കോളൂ, നമുക്ക് അടിപൊളിയാക്കാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് നമ്മുടെ ക്ലാസ് ജോയിൻ ആയാൽ അറിയാൻ പറ്റും അതിനെക്കുറിച്ചൊക്കെ. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.